ഹായ് ഹലോ ഹാപ്പി സൺഡേ. ഞാൻ കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ട് മൊത്തം ടയേർഡായിരുന്നു. എനിക്ക് പനി കൂടിയും കുറഞ്ഞിരിക്കുകയായിരുന്നു. വേറെ ഒന്നുമല്ല, പനി വരാനായിട്ടുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ഒന്ന് നനഞ്ഞു. മഴ നനഞ്ഞപ്പോ പിന്നെ എനിക്ക് പനിയായി. പനിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് പനിയൊക്കെ കൂടി ഞാൻ ആശുപത്രിയിൽ പോയി. എന്നിട്ട് അവിടെ ചെന്ന് ഡോക്ടർ എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞു, കാരണം എനിക്ക് കഫക്കെട്ടിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ആന്റിബയോട്ടിക് എടുക്കണം. അപ്പൊ ഞാൻ എനിക്ക് മുമ്പ് പനി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആന്റിബയോട്ടിക് എടുത്തില്ല. അത് ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ എന്റെ അടുത്ത് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞു നല്ല ഭംഗിയുള്ള ഡോക്ടറായിരുന്നു, നല്ലൊരു ചെറുപ്പക്കാർക്ക് നല്ല രസമുണ്ടായിരുന്നു പുള്ളിക്കാരത്തെ കാണാനായിട്ട്. പുള്ളിക്കാരത്തെ എന്റെ കാലൊക്കെ പിടിച്ചോണ്ട് പറയും, ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് ഈ മെഡിസിൻ കഴിക്കണം, 5 ദിവസത്തെ ആന്റിബയോട്ടിക് ആണ് എന്നൊക്കെ പറഞ്ഞു. 3 ദിവസം കഴിക്കുമ്പോൾ തന്നെ അസുഖം മാറും, പക്ഷെ 2 ദിവസം കൂടെ എടുക്കണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തിന്റെ ആ ഒരു റിക്വസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് 2 ദിവസം കഴിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് തലയൊക്കെ കുളിക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പൊ ഞാൻ പോയി എന്ത് ചെയ്തു, വേഗം വൈകുന്നേരം ആയി കഴിഞ്ഞ് തലയിൽ കുറേ വെളിച്ചെണ്ണ കിട്ടി. എന്തായാലും മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, പനി മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, തലയിൽ കുറേ വെളിച്ചെണ്ണ വൈകുന്നേരം ആയപ്പോ തെറ്റി. എന്നിട്ട് പിന്നെ തീരെ ടയേർഡാണല്ലോ, രാത്രി ആയി കഴിഞ്ഞപ്പോൾ തല കഴുകി. അത്രയും നേരം വെളിച്ചെണ്ണ തെറ്റിക്കൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെ രാത്രി തല കഴുകി. പിന്നെ പിറ്റേ ദിവസം പിന്നെയും പനി പിടിച്ച് ആകെ ടയേർഡായി, ചത്ത പോലെ കിടപ്പായി. അത് കഴിഞ്ഞ് പാരസിറ്റാമോൾ കഴിച്ചു. അതിന്റെ ഒപ്പം പിന്നെ പാരസിറ്റാമോൾ കഴിച്ച് പനിയൊന്നും കുറഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസം പോയി ചിക്കൻ ബിരിയാണി കഴിച്ചു. പിന്നെ പോയ പനി പിന്നെയും വന്നു. ഞാൻ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യും, അതുകൊണ്ട് പനി കൂടിയും കുറഞ്ഞും നിൽക്കുകയായിരുന്നു. എന്നിട്ട് വീട്ടുകാരെ കടുപ്പിക്കാണ്ട് ഞാൻ നിർത്തിയതായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്ത് പിന്നെ പനി പിന്നെയും വന്ന് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് ഇവിടെ കിടക്കുന്ന സമയത്ത് അമ്മ വന്നോണ്ട് എന്നെ അയ്യോ എന്റെ കൊച്ചിന് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ താലോലിച്ച് കുറെ അതും ഇതും ഇങ്ങനെ ഓരോ വഴിപാടുകളൊക്കെ ചെയ്ത് ഓരോ സാധനങ്ങളൊക്കെ എന്റെ മൂട്ടും അവിടൂടെയൊക്കെ വാരി തെറ്റി. അമ്മയ്ക്ക് ആ എന്റെ മൂക്കിന്റെ അടുത്ത് വന്നാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് തന്നെ, വിക്സും അതും ഇതൊക്കെ എന്നെ വാരിയൊക്കെ തെറ്റി. ലാസ്റ്റ് അമ്മയ്ക്കും അത് പകർന്നു. അപ്പൊ അമ്മയ്ക്ക് പാടില്ലാണ്ടായി. അതേപോലെ തന്നെ കുഞ്ഞുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൊട്ട് നോക്കും, എനിക്ക് പനി കൂടി കുറഞ്ഞു നിൽക്കണില്ല. ബിരിയാണി അതും ഇതൊക്കെ കഴിച്ച് രാത്രി കുളിച്ചിട്ടൊക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ കുഞ്ഞും വന്നോണ്ട് താലോലിപ്പിച്ച് അവനും പനിയായി. ഇപ്പൊ രണ്ടുപേർക്കും ഇപ്പൊ എന്റെ ഒന്ന് കുറഞ്ഞുകൊണ്ട് ഇതായിട്ടില്ല, വായൊന്നും ശരിയായിട്ടില്ല. വായിക്കൊക്കെ ഭയങ്കര ഇത് വായ വായൊന്നും ശരിയായിട്ടില്ല. വായിക്കൊക്കെ ഭയങ്കര ഒരു പച്ചവെള്ളം ചോദിക്കുന്ന ഒരു ടേസ്റ്റ്. അതുകൊണ്ട് വായൊന്നും ശരിയായിട്ടില്ല. അപ്പൊ പനിയുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പനി വരുന്നത് എനിക്കാണ്. ഞാൻ ഈ പൊട്ടത്തരൊക്കെ ചെയ്യും. ഞാൻ മിക്കപ്പോഴും കുളിക്കുന്നത് രാത്രിയാകുമ്പോൾ കുറേ വെളിച്ചെണ്ണ തലേനങ്ങോട്ട് തെറ്റിക്കൊണ്ട് രാത്രി ഇങ്ങോട്ട് കുളിക്കും. പുറത്തൊക്കെ പോകണമെങ്കിൽ രാവിലെ തന്നെ കുളിക്കും. അല്ലെങ്കിൽ എങ്ങും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും രാത്രി വൈകുന്നേരം ആകുമ്പോൾ, ചിലപ്പോൾ രാവിലെയൊക്കെ വെളിച്ചെണ്ണ തലയിൽ തെറ്റിക്കൊണ്ട് ഞാൻ രാത്രിയൊക്കെ ആകുമ്പോഴാണ് കഴുകി കളയണം. അങ്ങനെയാണ് എനിക്ക് തലനീരിറങ്ങി മിക്കപ്പോഴും എനിക്ക് പനി തന്നെ. അപ്പൊ ഇവിടുത്തെ പനിയുടെ ആശാത്തി മെയിനായിട്ട് ഞാനാണ്. എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം മാറി മാറി നടന്നാലും ഈറ്റിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും മുഖേന ഈറ്റിങ്ങൾക്കും കിട്ടും. ഇവിടെ അമ്മയ്ക്കായാലും വലിയനായാലും അച്ഛനായാലും ഒക്കെ കിട്ടും. അതുകൊണ്ട് മെയിനായിട്ട് ഇവിടുത്തെ പനി പടർത്തുന്ന ഒരേ ഒരു സാധനം ഞാനാണ്. അപ്പൊ അമ്മ എപ്പോഴും പറയും, കാരണം എന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കത്തില്ല, ഞാനായിട്ട് വരുത്തി വെക്കുന്നതാണ് പനി. ഈ മിക്കപ്പോഴും തലനീരിറങ്ങിയ പനി വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഡോക്ടർ എന്റെ അടുത്ത് പറയാറുണ്ട് എപ്പോഴും ഇങ്ങനെ രാത്രിയൊന്നും കുളിക്കരുത്, കുളിക്കാനൊരു ടൈമിംഗ് ഉണ്ട്, വെളിച്ചെണ്ണ വെട്ടി കഴിഞ്ഞാൽ അതിലുള്ള ഇങ്ങനെ വെയിലത്തൊന്നും ഇറങ്ങരുത്. ഞാൻ അതൊക്കെ ചെയ്യും. ഞാൻ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പൊ പനി എന്ന് വെച്ചാൽ ഭയങ്കര ടയർഡായിട്ടുള്ള പനിയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് അവശതയായി പോയി. ഞാൻ തന്നെ വരുത്തി വെക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ തന്നെ അനുഭവിക്കണം, വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ പനിയൊക്കെയാണ്, മഴക്കാലമൊക്കെയാണ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കട്ടെ. കുറെ പേർക്ക് പനിയാണെന്ന് പറയണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട് വിളിച്ച് അവരുടെ ഫാമിലിയിൽ മിക്കവർക്കും പനി, കൊച്ചുങ്ങൾക്ക് ഭർത്താവിനൊക്കെ പനിയാണെന്ന് പറയണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക, മരുന്നൊക്കെ കഴിക്കാം, എന്നെ പോലെ പൊട്ടത്തരം ആരും ചെയ്യാതിരിക്കുക.